എല്ലാവർക്കും സുഖമല്ലേ? ഒരു ചാളമുളകിട്ട കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കണത്. നോക്കാട്ടാ. ചട്ടി വെച്ചിട്ടേ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സവാള ഇടണം, വേപ്പിലിട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് ചൂടായി വഴണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി അരപ്പ് ഉണ്ടാക്കണം. അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തേക്കണത് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളിയും ഒരു 2-3 എന്താണ് പറയുക കുരുമുളകും കൂടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് ചതച്ചതാണേ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞപ്പൊടി ഇട്ടതുകൊണ്ട് ഞാൻ മുളക് പൊടി മാത്രം, കാശ്മീരി ചില്ലി പൗഡർ മാത്രം ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇടിച്ച മുളകിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റണുണ്ടേ. അങ്ങനെ അത് വഴണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ജാറ് കഴുകി, നമ്മൾ ആ ചതച്ച് വെച്ച ജാറില്ലേ, ജാറ് കഴുകിയിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് ആ എണ്ണ തെളിഞ്ഞ് വന്ന് ആ പരുവാകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം? ഒരു തക്കാളി അരിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്തിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് തക്കാളി ഇട്ടിട്ട് ഇളക്കരുതിട്ടാ. ഇളക്കി കഴിഞ്ഞാൽ അത് വേഗൂല. അടച്ചൊരു ഒരു 5-10 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തുറന്നു കഴിയുമ്പോൾ തക്കാളി വേണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാകും. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തക്കാളി അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ വെന്ത് നല്ല സ്മാഷായിട്ട് നല്ല ചതഞ്ഞ് നല്ല ഇതുപോലെ ആയിട്ടുണ്ട്. അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കും നമ്മളതിനകത്തോട്ട് ഒരിച്ചിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനകത്ത് കുടംപുളി ഇടണില്ല, ഇച്ചിരി വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ആ വിനാഗിരിയും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഈ മസാല നല്ലതുപോലെ എണ്ണയിൽ കിടന്ന് വഴണ്ടി വരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വഴണ്ടി കഴിയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം, ആ ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ചാറിന് ആവശ്യം മുളക് കറിക്ക് അധികം വെള്ളം ഉണ്ടാവില്ലല്ലോ, ചാറുണ്ടാവില്ല. വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം അവിടെ കിടന്ന് തിളച്ച്, അതായത് കുറുകി വരുമ്പോഴുള്ള പരുവം നമുക്കറിയാമല്ലോ, അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മുട്ടച്ചാള ഇട്ട ആ ചാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചാള എല്ലാം പെറുക്കിയിട്ട് അടച്ച് വെച്ച് ചാളക്ക് അധികം വേവില്ല, ഒരു 5-10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ചട്ടി എടുത്ത് 2 തിരി അങ്ങാടും തിരിക്കുക, 2 കറക്കുക, ഇങ്ങാടും കറക്കുക. അത് കഴിഞ്ഞ് നല്ല ചോറ് കഴിച്ചാണ്ടല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ.